പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് യൂണിറ്റ് 1ന്റെ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഹൊരിഗലു എന്നുള്ള ഒരു അനക്ഡോട്ടാണ്. ഈ അനക്ഡോട്ട് എഴുതിയിരിക്കുന്നത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി എന്നുള്ള ഒരു എഴുത്തുകാരി എന്നുള്ള രീതിയിൽ മാത്രമല്ല അറിയപ്പെടുന്നത്. അവരൊരു എൻജിനീയറാണ്. മാത്രമല്ല ഇൻഫോസിസിൻ്റെ ചെയർപേഴ്സണാണ്. നാരായൺ മൂർത്തിയുടെ വൈഫാണ്. അതുമാത്രമല്ല വളരെയധികം കഥകളും കവിതകളും നോവലുകളും ഒക്കെ എഴുതിയ ഒരു ഇന്ത്യൻ ഓതർ എന്ന രീതിയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് സുധാമൂർത്തി. അവരുടെ ഒരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കഥയാണ്. കഥാരൂപത്തിൽ ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഏട്, അതാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. ഇതൊരു ഇമാജിനറി സ്റ്റോറി. അത് സ്റ്റോറിയും അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്റ്റോറിയും അനക്ഡോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോറിയും മിക്കവാറും ഇമാജിനേഷൻ ആയിരിക്കും. പക്ഷേ അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നിന്നുള്ള ഒരു സംഭവമായിരിക്കും അനക്ഡോട്ട് എന്നുള്ളത്. അപ്പം ഹൊരിഗലു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. ഹൊരിഗലു എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമട് താങ്ങി എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കുറേ ദൂരം നടന്ന് ഒരു ചുമടൊക്കെ ആയിട്ട് നമ്മൾ കുറേ ദൂരം കഷ്ടപ്പെട്ട് നടന്നു വരുമ്പോൾ അത് കുറച്ച് നേരം ഒന്ന് താത്ത് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നടന്നു പോകാനായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു ചുമട് താങ്ങി, അതാണ് ഹൊരിഗലു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണൊന്ന് ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ കൂടെയാണെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഹൊരിഗലു എന്ന ഈ അനക്ഡോട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് കാണാം. ഹോട്ട് സമ്മർ ഡേയ്സ് റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ ലിറ്റിൽ വില്ലേജ്. സമ്മർ ഡേയ്സ് ആകുമ്പോൾ വളരെയധികം ചൂടുള്ള സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് എന്നെ കൊണ്ടുപോകും. There was a large banyan tree right in the middle of the village and I would spend many hours playing under it during my holidays. വലിയ ചൂടുള്ള സമയത്ത് പോലും വളരെയധികം തണൽ ഏകിയിരുന്ന ഒരു വലിയ ബനിയൻ ട്രീ, ആൽമരം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വില്ലേജ്. അപ്പോൾ ആ ആൽമരത്തിൻ്റെ ചൂട്ടിലിരുന്ന് ഞാൻ മണിക്കൂറുകളോളം കളിക്കുമായിരുന്നു. The tree was like a massive umbrella with its branches providing much needed shade and succor. Succor എന്ന വാക്കിൻ്റെ അർത്ഥം സഹായം എന്നുള്ളതാണ്. അപ്പം ഈ ട്രീ, അതായത് ഈ ബനിയൻ ട്രീ വളരെയധികം ഒരു ഉപകാരമായിരുന്നു നമുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത്രയധികം ചൂടുണ്ടെങ്കിൽ പോലും ഈ മരത്തിൻ്റെ അടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെയധികം നമുക്കൊരു കുളിർമ കിട്ടുമായിരുന്നു. Travelers spend some time sitting under it and catching their breath before going on their way. അപ്പം ഒത്തിരിയധികം കാൽനട യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ യാത്രയുടെ ഇടയിൽ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ആ യാത്രയുടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ ചൂട്ടിൽ കുറച്ച് നേരം വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു. ടു മേക്ക് ദം കംഫർട്ടബിൾ there was a ഹൊരിഗലു under the tree. അപ്പം ഈ യാത്രയിൽ ഇവർ ഒത്തിരി ചുമടൊക്കെ താങ്ങിയായിരിക്കും യാത്രക്കാർ വരുന്നത്. അവർക്കൊരു റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു, ഒരു ഹൊരിഗലു ഉണ്ടായിരുന്നു. Horigalu literally means a stone that can bear weight. It was a large flat stone placed horizontally over two vertical ones, thus making a stone bench on which anyone could sit and rest a while, chat with a fellow traveler and exchange news of the road. അപ്പം ഈ ഹൊരിഗലു എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വലിയ കല്ലുകൾ, അതിന് കുറുകയായിട്ട് വേറൊരു വലിയ കല്ല് വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇരിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് അവരുടെ തലയിലുണ്ടെങ്കിൽ അതെടുത്ത് വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ചുമട് താങ്ങിയാണ് ഹൊരിഗലു എന്ന് പറയുന്നത്. ഇത് വളരെയധികം ഒരു റിലീഫാണ് യാത്രക്കാർക്ക് കൊടുത്തിരുന്നത്. Cool water would be kept in earthen pots near the bench and people could quench their thirst before starting their journeys again. അപ്പം ഈ കല്ലിൻ്റെ അടുത്ത് തന്നെ, ഈ ഹൊരിഗലുവിൻ്റെ അടുത്ത് തന്നെ മൺകുടത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളം കുടിച്ച് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇവർക്ക് യാത്ര തുടരാനായിട്ട് സാധിക്കുമായിരുന്നു. I am sure similar simple arrangements can be found in villages all over the country. അപ്പം ഇതൊരു വില്ലേജ് ലൈഫിൽ അല്ലെങ്കിൽ വില്ലേജ് സിറ്റുവേഷനിൽ വളരെ സാധാരണമായിട്ടൊരു കാര്യമാണ്. മിക്ക ആൾക്കാരും കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് യാത്രയിലൊരു സൗകര്യം അല്ലെങ്കിൽ യാത്രയിലെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ഒരു
ഒരു കാര്യമായിരുന്നു ഈ ഹൊറിഗലു എന്ന് പറയുന്നത്. The Horigelu in our village holds special memories for me as it is inextricably linked with my grandfather. അപ്പം ഈ ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വില്ലേജിലെ ഹൊറിഗലുവിന് വളരെ പ്രാധാന്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാരണം അതെൻ്റെ മുത്തശ്ശനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. He was a retired school teacher and would spend hours every day sitting under the banyan tree and talking to those resting there. എൻ്റെ മുത്തച്ഛൻ ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹം മണിക്കൂറുകളോളം ആ ബനിയൻ ട്രീയുടെ കീഴിൽ റെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പം വഴിയാത്രക്കാരൊക്കെ വരുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. When I would get tired of playing, I would sit next to him and observe the people he was speaking to and listen to their conversations. അപ്പം ഞാനും എൻ്റെ മുത്തച്ഛൻ്റെ കൂടെ ആ ബനിയൻ ട്രീയുടെ അവിടെ കാറ്റ് കൊള്ളാനും തണൽ കിട്ടാനും ഒക്കെ ആയിട്ട് പോകുമായിരുന്നു. അപ്പം കുറേ നേരം കളിച്ചതിന് ശേഷം ക്ഷീണിക്കുമ്പോൾ എൻ്റെ മുത്തച്ഛൻ്റെ അടുത്ത് ഞാനും പോയിരിക്കും. അപ്പം ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് ഞാനും കേൾക്കുമായിരുന്നു. Most of them were villagers taking a break from their work in the fields nearby. അപ്പം മിക്ക ആൾക്കാരും വില്ലേജേഴ്സൊക്കെ തന്നെയാണ്. അവർ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് റെസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ. They had to walk long distances each day, carrying heavy burdens on their heads. Tired out by the heat, they would drink the cool water, wash their faces with it, and chat with grandfather. Their conversation would be about their daily lives and worries. അപ്പം ഇവർ വലിയ ചുമട് താങ്ങിയായിരിക്കാം ഈ വില്ലേജസ് എല്ലാം യാത്ര ചെയ്യുന്നത്. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവർ വലിയ ചുമടൊക്കെ തലയിൽ താങ്ങിയായിരിക്കാം അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഹൊറിഗലു ഉള്ളത്. അപ്പം തന്നെ അവർ അവിടെ ഹൊറിഗലുവിൽ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഗ്രാൻഡ് ഫാദറുമായിട്ട് മുത്തശ്ശനുമായിട്ട് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അവിടെ വെച്ചിരിക്കുന്ന കുടത്തിലെ വെള്ളം എടുത്ത് മുഖം കഴുകുകയും കുറച്ച് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഇവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. അടുത്ത പാരഗ്രാഫാണ്. മാസ്റ്റർ ജി, this summer has been so hot. I have never seen such dry weather. അപ്പോൾ ഇവരുടെ ചില കോൺവെർസേഷൻസ് ആണ് ഇവിടെ കഥാകൃത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചില ആൾക്കാർ വന്നിട്ട് ഈ പ്രാവശ്യത്തെ വേനൽക്കാലം ഭയങ്കര ചൂടാണല്ലോ, ഇത്ര ചൂട് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നല്ലോ. ഓർ Master Ji, it is getting difficult for me to carry these large loads on my head. Thank God for this Horigelu. I wish my son would help, but he only wants to go to the city. ഇനിയും മറ്റു ചില ആൾക്കാർ വന്നിട്ട് പറയും, ഈ ഹൊറിഗലു ഉള്ളത് എന്ത് നന്നായി, ഇത്രയും വലിയ വെയിറ്റ് ഒക്കെ എടുത്ത് ഞാൻ എങ്ങനെ നടന്നു പോകാനാ, എന്നെയാണെ സഹായിക്കാൻ പോലും ആരുമില്ല. എൻ്റെ മകന് ഇതൊന്നും ചെയ്യുന്ന ഇഷ്ടമല്ല, അവന് സിറ്റി ലൈഫാണ് അവനിഷ്ടം. They spoke about the difficulties they lived with. My grandfather could only listen to them, but just talking to him seemed to refresh them for the journey. അപ്പം എൻ്റെ മുത്തശ്ശൻ ഇവർ പറയുന്നത് കേൾക്കത്തേ ഉള്ളൂ, യാതൊന്നും തിരിച്ച് പറയുകയോ അഡ്വൈസ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെങ്കിൽ എൻ്റെ മുത്തശ്ശനോട് അവർ സംസാരിച്ച് കഴിയുമ്പം അവർക്ക് കുറച്ച് സമാധാനം കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവർ റിഫ്രഷ്ഡ് ആവുന്നുണ്ട്. After some time, they would pick up their burdens with some ease and go to their way. അപ്പോൾ കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ഒക്കെ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും അവർ കുറച്ച് റിഫ്രഷ്ഡ് ആകും. പിന്നെ അവർ യാത്ര തുടരും. The Horigelu was an important feature in their lives, and as a child I would often not understand why they blessed it so often for being there. അപ്പം ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇവർക്ക് അറിയത്തില്ലായിരുന്നു, ഈ നറേറ്റർക്ക് അറിയത്തില്ല ഈ ഹൊറിഗലു ഉണ്ടെങ്കിൽ എന്താ ഇത്ര വലിയ കാര്യമെന്ന്. കാരണം അവൾ ആ ഹൊറിഗലു ഉപയോഗിക്കുന്നത് കളിച്ച് കഴിയുമ്പം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയ്ക്ക് ഇവരെന്തുകൊണ്ടാണ് ഇതിനെ പുകഴ്ത്തി പറയുന്നത്, ഇതിനെ ബ്ലെസ് ചെയ്യുന്നതെന്ന് കുട്ടിക്ക് അറിയത്തില്ലായിരുന്നു. After all, it was only a stone bench. It was my grandfather who told me, child, a Horigelu is essential in any journey. അപ്പം ഈ കുട്ടിയുടെ മനസ്സിൽ ഹൊറിഗലു എന്ന് പറയുന്ന ഒരു കല്ല് മാത്രമാണ്, അതിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമൊന്നും അവരുടെ മനസ്സിൽ, ആ കുട്ടിയുടെ മനസ്സിൽ ഇല്ലായിരുന്നു. പക്ഷേ ഗ്രാൻഡ് ഫാദറാണ് പറഞ്ഞത് എല്ലാ യാത്രകളിലും ഒരു ഹൊറിഗലു ആവശ്യമാണ്. We all carry our burdens according to our situations and capacities,
But every once in a while, we need to stop, put down that burden and rest. Only then can we be refreshed enough to pick up the load once more. The Horigalu gives everyone that opportunity to do so. It helps people regain their strength. അപ്പം ഈ മുത്തച്ഛൻ ഈ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നമ്മളുടെ എല്ലാം ജീവിതത്തിൽ പലതരം ഡിഫിക്കൽട്ടീസ് കാണും. ആ ഡിഫിക്കൽട്ടീസ് എല്ലാം മാറാനായിട്ട് ഒരു ഹൊറിഗലു നമ്മളെ സഹായിക്കും. കാരണം നമ്മളുടെ ബേർഡൻസിന്, നമ്മുടെ ഡിഫിക്കൽട്ടീസിനെ എല്ലാം ഒന്ന് ഇറക്കി വെച്ചിട്ട് വീണ്ടും നമ്മുടെ യാത്ര പൂർവാധികം ശക്തിയായി തുടരാനായിട്ട് ഈ ഒരു റെസ്റ്റിംഗ് പീരീഡ് നമുക്കെല്ലാം തന്നെ അനിവാര്യമാണെന്നാണ് ഈ കുട്ടിയോട് മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഈ ഹൊറിഗലു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് വെറും ഒരു കല്ലല്ല, നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു റെസ്റ്റിംഗ് പീരീഡ്. നമ്മൾക്ക് ഒത്തിരി അധികം ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും വരുമ്പോൾ നമ്മൾ ആ ബേർഡൻസിന്, നമ്മുടെ ആ കഷ്ടപ്പാടുകളെ ഒന്ന് ഇറക്കി വെച്ച് നമ്മൾക്കൊരു സമാധാനം കിട്ടുന്ന ആ ഒരു ഇതിനെയാണ് ഇവിടെ ഹൊറിഗലു എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ വരുന്ന യാത്രക്കാരെല്ലാം തന്നെ അവരുടെ മനസ്സിൽ വളരെയധികം വിഷമതകളുമായിട്ടായിരിക്കാം ഈ യാത്രക്കാർ ട്രാവൽ ചെയ്യുന്നത്. അത് അവർക്ക് മനസ്സിലുള്ള ബേർഡനാണ്. തലയിൽ ചുമടായിട്ട് വേറെ വലിയൊരു ലോഡുണ്ടെങ്കിൽ മനസ്സിൽ അതിനേക്കാളും വലിയ ലോഡുമായിട്ടാണ് ഈ ആൾക്കാരെല്ലാം തന്നെ നടക്കുന്നത്. അതൊന്ന് ഇറക്കി വെക്കാനായിട്ടാണ് ഈ ചുമടായിട്ട് കൊണ്ടുവരുന്ന ആ വെയിറ്റുള്ള സാധനം ഒന്ന് ഇറക്കി വെക്കാനായിട്ടാണ് ഈ കല്ല് ഉപയോഗിക്കുന്നത്. എന്നാൽ അവരുടെ മനസ്സിലുള്ള വിഷമതകൾ ഇറക്കി വെക്കാനായിട്ടാണ് മുത്തശ്ശൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും ഇവർക്കൊരു സഹായമാകുകയാണ് ഈ ഹൊറിഗലുവും ഗ്രാൻഡ് ഫാദറും. അപ്പോൾ അടുത്ത പാരഗ്രാഫ് നമുക്ക് കാണാം. Later on in life, I got to see something that reminded me of that stone bench once again. അപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി വലുതായി. അപ്പോൾ അന്നേരമാണ് ഇതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നത്. I was working in Bombay, now Mumbai. One of my colleagues, Ratna, was a senior clerk, middle-aged and always smiling. She had done her graduation and been working in the company for nearly 25 years. She went about her repetitive, mundane work with an infectious cheerfulness. അപ്പം വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി വളർന്നു വലുതായി. അവൾ മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവൾക്കൊരു കൊലീഗ് ഉണ്ടായിരുന്നു. കൊലീഗിൻ്റെ പേര് രത്ന എന്നാണ്. ഒരു സീനിയർ ക്ലർക്കാണ്, ഒരു മിഡിൽ ഏജ്ഡ് പേഴ്സണാണ്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ സന്തോഷമായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും ചിരിച്ച മുഖത്തോട് മാത്രം എല്ലാവരെയും അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രത്ന. അപ്പം ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ബോംബെയിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നതാണ് രത്നയും. നമ്മുടെ ഈ നേരത്തെ കൊച്ചുകുട്ടിയായിരുന്ന കഥാകൃത്തും അവിടെ വളരെ മുണ്ടേൻ എന്ന് പറഞ്ഞാൽ വിരസത നിറഞ്ഞ ജോലി ആയിരുന്നിട്ട് കൂടി വളരെ സന്തോഷത്തോടെ, വളരെ ചിരിച്ച മുഖത്തോട് മാത്രമേ നമുക്ക് അവരെ കാണാൻ സാധിക്കുമായിരുന്നു. Every day during the lunch hour, she would sit with some person in one of the rooms and they would have long chats. അപ്പം ലഞ്ച് ടൈമിൽ ഇവർ എപ്പോഴും ഒരാളുടെ കൂടെ ഇരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തമ്മിൽ വളരെയധികം നേരം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. I would often wonder what they talked about. One day I finally asked her, Ratna, what do you talk with each person for the whole lunch hour? അപ്പം ഓരോ ദിവസവും ഇവർ ഓരോ ആൾക്കാരുടെ കൂടി ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ അവരോട് വളരെയധികം കുറേ നേരം സംസാരിക്കുമായിരുന്നു. അപ്പം ഇവൾക്കൊരു ജിജ്ഞാസ തോന്നി, എന്തായിരിക്കും ഇവൾ എന്നും സംസാരിക്കുന്നത്, മണിക്കൂറുകളോളം കുറേ നേരം വർത്തമാനം പറയുന്നു. അപ്പം എന്തായാലും കൊള്ളാം, രത്നയോട് നേരിട്ട് ചോദിക്കാൻ തീരുമാനിച്ചു, നിങ്ങൾ എന്താണ് എന്നും സംസാരിക്കുന്നത്? രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപ്ലി, they share their troubles with me. അപ്പോൾ രത്നയ്ക്ക് ഒരു ചിരിയോടെ പറഞ്ഞു, അവരവരുടെ പ്രശ്നങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്. But how can you solve the troubles of so many people? Do you always hear an answer for them? No, I only listen. അപ്പം വളരെ സിമ്പിളായിരുന്നു ആൻസർ. ഞാൻ അവർ പറയുന്നത് ഞാൻ കേൾക്കത്തേ ഉള്ളൂ. ഞാൻ അവരോട് യാതൊന്നും കൗണ്ടർ പറയാറില്ല, അവർക്ക് യാതൊരു അഡ്വൈസും കൊടുക്കാറില്ല. അവരെന്താണോ പറയുന്നത് ഞാനത്
കേൾക്കും. And that is enough. That solves the problem. I was young and incredulous at such a simplistic outlook. അപ്പം ഈ ഇവള് ജോലിയിൽ കയറി അധികം നാളായിട്ടില്ല, നമ്മുടെ നറേറ്റർ. അപ്പോൾ വളരെ യങ്ങായിട്ടുള്ള വളരെ ചെറുപ്പമാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, വെറുതെ ഒരാൾ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ അവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ? അതാണ് ഇവളുടെ സംശയം. But Ratna answered with the same patience and affection that she must have used with all the colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. അപ്പോൾ രത്ന ഇവള് പറഞ്ഞ എല്ലാം കേട്ടു പറഞ്ഞു, ഞാനൊരു കൗൺസിലറോ ഒന്നുമല്ല, എനിക്ക് ആൾക്കാരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അറിയത്തുമില്ല. ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ആളല്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് അവരവർക്ക് തന്നെ മാത്രമേ അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ അവർ ആ ചിന്ത, അല്ലെങ്കിൽ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്ത വരാൻ പറ്റാത്തത് ഇവരുടെ മനസ്സിലുള്ള ആ വിഷമതകൾ, ബേർഡൻസ് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരും ഇവരെ കേൾക്കാൻ തുനിയാത്തത് കൊണ്ടായിരിക്കാം. Then how do you help them? By listening to them. അപ്പം പിന്നെയും ഇവൾക്ക് നറേറ്റർക്ക്, നമ്മുടെ ഈ സ്റ്റോറി നറേറ്റർക്ക് സംശയം, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? God has given me 2 ears to listen to others. I hear them out with sympathy and without any judgment. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. അപ്പോൾ രത്ന പറഞ്ഞു, ഞാൻ അവർക്ക് യാതൊന്നും പറയാറില്ല. എനിക്ക് ദൈവം 2 ചെവികൾ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അത് ഞാൻ കേൾക്കും. വളരെ പേഷ്യൻ്റായിട്ട്, വളരെ അവരോട് തിരിച്ച് യാതൊന്നും പറയാതെ, അവർക്ക് യാതൊരു അഡ്വൈസും കൊടുക്കാതെ ഞാനത് ക്ഷമയോടെ കേട്ടിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഒരു റിലീഫാണ് അവരുടെ മനസ്സിൽ തോന്നുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കാമേ. I thought for some time and said, but don't you ever break the confidence and tell others the secrets you hear even by mistake? അപ്പോൾ ഇത് വളരെ മനുഷ്യ സഹജമായിട്ടൊരു സംശയമാണ്. ഇത്രയധികം ആൾക്കാർ വന്ന് അവരുടെ വലിയ സീക്രറ്റ്സ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഈ രത്ന ചെന്ന് മറ്റുള്ളവരോട് ഈ സീക്രറ്റ്സ് എല്ലാം പറയുമോ, ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുമോ എന്നാണ് ഇവളുടെ സംശയം. Not even in my dreams. I consider that to be the worst kind of betrayal. I don't think there is a greater sin than betraying someone's confidence. രത്ന എന്താ പറഞ്ഞ, ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് ചെന്ന് പറയുന്നതിൻ്റെ അത്രയും വലിയൊരു പാപം മറ്റൊന്നില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് വേറൊരാളോട് പറയാറേയില്ല. They tell me their worries because they know I will never talk about it or gossip about it to another person. Only when they know their words are secure with me can they talk to me freely. അപ്പം രത്ന പറഞ്ഞ എന്താണ്, എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം, ഒരു വാക്ക് പോലും എൻ്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് മറ്റൊരാൾ കേൾക്കില്ല എന്നുള്ളത്. ഇവർ പറഞ്ഞ മുഴുവൻ കാര്യം എൻ്റെ മനസ്സിൽ തന്നെ കാണും, മറ്റൊരാൾ അറിയില്ല എന്നുള്ള കാര്യത്തിൽ അവർക്കെല്ലാം തന്നെ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ എന്നോട് വന്ന് സംസാരിക്കുന്നത്. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. അപ്പോൾ ഇങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു സമാധാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ബേർഡൻസിനെ കുറച്ച് നേരത്തേക്കെങ്കിലും അവർക്കൊന്ന് ഇറക്കി വെക്കാനായിട്ട് ഞാൻ തന്നെ ഇരുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു സമാധാനം കിട്ടും. അപ്പം വീണ്ടും യാത്ര ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ജീവിതമാകുന്ന യാത്ര തുടരാനായിട്ട് അവർക്ക് സാധിക്കും. ഇനിയും ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. Her words uncannily echoed my grandfather's, sitting on the stone bench under the banyan tree. Perhaps in their own small ways, without access to great wealth, both these people were doing tremendous social service. അപ്പോൾ
ഈ വാക്കുകൾ, രത്നയുടെ ഈ വാക്കുകൾ ഇവളുടെ കുട്ടിക്കാലത്ത് ഇവളുടെ മുത്തശ്ശൻ പറഞ്ഞ അതേ വാക്കുകളുടെ ഒരു എക്കോയാണ്. അതേ വാക്കുകളാണ് രത്നയിൽ നിന്നും ഇവൾക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്നത് ചിലപ്പം ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇത് വലിയൊരു സോഷ്യൽ സർവീസാണ്. No one thought of acknowledging their work or rewarding them for it, but they continued to do so as these acts of kindness gave them joy. If ever now I happen to pass El Horigalo in a village, I remember them and wish there were many more of them in this world. അപ്പം ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തി അവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അല്ലെങ്കിൽ വലിയൊരു പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചിട്ട് പോലും ആയിരിക്കത്തില്ല ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേങ്കിൽ അവരുടെ ഒരു ജെനുവിൻ നേച്ചറാണ് മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളത്. ആ രീതിയിലാണ് അവർ ഈ സഹായങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോഴും ഈ സുധാമൂർത്തി വർഷങ്ങൾക്ക് ശേഷം പ്രായമായിട്ട് പോലും ഇപ്പോഴും ഹൊറിഗല്ലു കാണുമ്പോൾ അവർ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കൂടുതൽ ഹൊറിഗല്ലൂസ് ഈ ലോകത്ത് വേണം. എന്നാൽ മാത്രമേ എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ, ഓരോ ആൾക്കാരുടെയും ബേർഡൻസ് മാറാനായിട്ട് സാധിക്കുമെന്ന് അവർ എപ്പോഴും പ്രത്യാശിക്കാറുണ്ട്. അപ്പം നമ്മുടെ ഈ ഹൊറിഗല്ലു എന്ന ഈ അനക്ഡോട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കണൊന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിൽ കൂടെ ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ.